ഉണ്ടാക്കാൻ പോകുന്നത് ആലു പൊറോട്ടയാണ്. അതിന് 1 കപ്പ് വീറ്റ് ഫ്ലോർ ഗോതമ്പ് പൊടിയാണ് 1 കപ്പ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ എടുക്കുന്നത് 1/4 കപ്പ് കടലപ്പൊടി, 1/4 കപ്പ് കടലപ്പൊടി, 1/4 കപ്പ് മൈദയും ചേർക്കുന്നുണ്ട്. 1/4 കപ്പ് മൈദയും കൂടി ചേർക്കുന്നുണ്ട്. ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ അതിന് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ മീഡിയം സൈസ് സവോള ഒരെണ്ണം ഫൈനലി ചോപ്പ്ഡ്, നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇഞ്ചി ഒരു 1/4 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി, 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത്, മല്ലിയില എല്ലാം നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. പിന്നെ 2 മീഡിയം സൈസ് പൊട്ടറ്റോ പുഴുങ്ങി ഉടച്ചെടുത്തിട്ടുള്ളതാണിത്. പിന്നെ ഈ മാവിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് പുഴുങ്ങി വെച്ച പൊട്ടറ്റോ നന്നായി പുഴുങ്ങി ഉടച്ചെടുക്കണം. കട്ടയില്ലാണ്ട് ഉടച്ചെടുക്കണം. അത് എന്ന് വെച്ചാൽ നമ്മൾ ഈ മാവിലിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ സവാള അതും നല്ല തിന്നായിട്ട് അരിഞ്ഞെടുക്കണം. മല്ലിയില, ഒരു 1/4 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി പൊടിയായി അരിഞ്ഞിട്ടുള്ളത്, പച്ചമുളക് പൊടിയായി അരിഞ്ഞത്. അധികം വലുപ്പത്തിൽ അരിയരുത്, അപ്പോൾ നമുക്കിത് പരത്തിയെടുക്കുമ്പോൾ പൊട്ടിപ്പോകും. അതുകൊണ്ട് നമ്മളുടെ തിന്നായിട്ട് വേണം ഇതൊക്കെ അരിഞ്ഞെടുക്കാൻ. അതിലേക്ക് ഞാൻ ജീരകപ്പൊടി 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. നല്ല ജീരകത്തിൻ്റെ പൊടിയാണിത്, 1/4 ടീസ്പൂൺ. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ ഞാൻ അയമോദകം 1 ടീസ്പൂൺ അയമോദകം. ഇത് ഗ്യാസ് പൊട്ടറ്റോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഗ്യാസൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടി നല്ലതാണ് അയമോദകം ചേർക്കുന്നത്. പിന്നെ നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും. അതൊരു ടീസ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് കൈ വെച്ച് തന്നെ നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. പിന്നെ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട വരില്ല. അത് വെച്ച് തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഓരോ ചെറിയ ചെറിയ റോളാക്കി ബോൾസാക്കി ഉരുട്ടി ഇതുപോലെ പരത്തിയെടുക്കാം. ചപ്പാത്തിക്ക് പരത്തുന്നതിനേക്കാൾ കുറച്ച് കനത്തിൽ വേണം ആലു പൊറോട്ടയ്ക്ക് പരത്തിയെടുക്കാൻ. അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫില്ലിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട്, ഫില്ലിംഗ് എന്ന് വെച്ചാൽ എല്ലാം കട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് പൊട്ടിപ്പോവും. ഒത്തിരി കനത്തിൽ പരത്തിയെടുക്കാം. ചപ്പാത്തിനേക്കാളും കുറച്ച് കനത്തിൽ പരത്തിയെടുക്കാം. ഇത് നമുക്ക് പാനിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യ്, നെയ്യ് കുറച്ചധികം തടവി കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചെറുതായി ഒന്ന് ആവി വരുമ്പോൾ തന്നെ നമുക്കതൊന്ന് തിരിച്ചിടാം. അതിൻ്റെ മുകളിലായിട്ടും കുറച്ചൊന്ന് നെയ്യ് പുരട്ടി കൊടുക്കാം. എന്നിട്ട് അടിവശം ഒന്ന് മൊരിഞ്ഞതിന് ശേഷം നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കൊന്ന് തിരിച്ചിടാം. ഇനി പൊള്ളയ്ക്കാൻ വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ വീർത്ത് വരുന്നുണ്ട്. നെയ്യ് ഇത്തിരി അധികം ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ 2 സൈഡും മൊരിച്ച് എടുക്കാം നമുക്ക്. നമ്മുടെ ആലു പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്കെല്ലാം ചുട്ടെടുക്കാം. നല്ല ടേസ്റ്റാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. വഴറ്റേണ്ടതൊന്നും ആവശ്യമില്ല. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.